പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പുതിയ ആ, വിഷയവുമായി കടന്നു വരുവാൻ ദൈവം നൽകിയ വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ഇത് കേൾക്കുവാൻ ഇടയായെങ്കിൽ ഉറപ്പായിട്ടും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഇന്നത്തെ പഠന വിഷയത്തിനു വേണ്ടി നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. എല്ലാവർക്കും അറിയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വേദഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷം 15:16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായി തന്നെ. ഈ വേദഭാഗം ഞാൻ പല പ്രാവശ്യം എടുത്തിട്ടുള്ള വേദഭാഗം തന്നെയാണ്. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ അതിൻ്റെ രണ്ടാം പാർട്ട്, അതാണ് ദൈവം ഇന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചിന്താവിഷയം. അതായത്, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായി തന്നെ. ആ വേദഭാഗത്തെ ആസ്പദമാക്കിയാണ് ദൈവം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ, ഒരു ആശയം ശ്രോതാക്കളിലോട്ട് എത്തിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പേ ഞാൻ ഒരിക്കൽ കൂടെ ഈ 15:16 വ്യാഖ്യാനം ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇവിടെ ഏറ്റവും കൺഫ്യൂസ് ചെയ്യിക്കുന്നൊരു വാക്ക് പോയി ഫലം കായ്ക്കുക എന്നുള്ള ഒരു കാര്യമാണ്. യേശു ഇവിടെ പോയി എന്ന് ഉപയോഗിച്ചിരിക്കുന്ന പദം പത്രോസിനെയും സാത്താനെയും ശാസിക്കാൻ ഉപയോഗിക്കുന്ന ഹുപ്പാഗോ എന്നുള്ള ആ ഒരു പദമാണ്. ആ പദത്തിൻ്റെ അർത്ഥം, നമ്മൾ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ, ഒരു മിഷനിലാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ട്, അതിന് ഡിസ്മിസ് ചെയ്തിട്ട് തിരിച്ചു പറഞ്ഞു വിടുന്ന ഒരു കാര്യമാണ്. ഒരു സാത്താനെ ശാസിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ കാര്യമായിട്ട് പത്രോസ് വന്നപ്പോഴൊക്കെ അതിനെ ഡിസ്മിസ് ചെയ്ത് അതിനെ പരിപൂർണമായി മാറ്റിവിടുന്ന ഒരു കാര്യമാണ് നമുക്ക് ആ വാക്കിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുക. അങ്ങനെയെങ്കിൽ ഇവിടെ ഈ പറയുന്ന പോയി എന്നുള്ള പദം ഒരു കണ്ടിന്യൂ ഇൻ ജേണി എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാവുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ മത്തായി സുവിശേഷം 28 അവസാന വാക്യം, നിങ്ങൾ പോയി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുകയും ശിഷ്യരാക്കുകയും പറയുന്ന ആ വേദഭാഗത്തിലെ പോയി റിയോമായി എന്നുള്ള വാക്കും ഇവിടെ ഹുപ്പാഗോ എന്നുള്ള വാക്കുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മത്തായി 28 ആ വാക്ക്, അല്ലെങ്കിൽ ആ പോയി എന്നുള്ളതിൻ്റെ അർത്ഥം ഓഫ് കോഴ്സ് കണ്ടിന്യൂ ഇൻ ജേണി, അല്ലെങ്കിൽ മൂവിങ് ഫ്രം വൺ പ്ലേസ് ടു അനദർ എന്നുള്ളത് തന്നെയാണ്. അതേസമയം ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷം 15:16 നമ്മളെ ഏതെങ്കിലും ഒരു കാര്യത്തിലോട്ട് അയക്കുന്ന സാധനം അല്ല, പകരം നമ്മൾ ഏതോ ഒരു കാര്യത്തിലായിരുന്നു, അത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മളെ പുതിയൊരു കാര്യത്തിലോട്ട് അസൈൻ ചെയ്യുന്ന, ആ പഴയ കാര്യം മാറ്റി പുതിയതിൽ ആക്കുന്ന ഒരു സിസ്റ്റമാണ് യേശു ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയുന്ന ബലം, അത് ആത്മാവിൻ്റെ ബലമാണ്, ആത്മാവിൻ്റെ ഔട്ട്പുട്ടാണ്. കാരണം ഇവിടെ ഉദ്ദേശിക്കുന്ന ആ പർട്ടിക്കുലർ കാര്യം, യേശു നമ്മളെ തെരഞ്ഞെടുത്ത് നമ്മൾ ജഡപ്രകാരം ജീവിക്കാനല്ല, നമ്മുടെ ജഡത്തിൻ്റെ ചിന്ത, അതെ, ജഡത്തിൽ കൺട്രോളായിരുന്ന നമ്മുടെ ഫ്രോണിയോ, അതെ, നമ്മുടെ ആ ചിന്താഗതി മൊത്തം അവൻ ജഡത്തിൽ നിയന്ത്രിതമായിരുന്ന അവസ്ഥയിൽ നിന്നും മാറി ആത്മാവിൽ നിയന്ത്രിതമായ അവസ്ഥയിലോട്ട് വരുവാനാണ് അതെ യേശു നമ്മളെ തിരഞ്ഞെടുത്തത്. ആ ആത്മാവിൽ നിയന്ത്രിതമായ അവസ്ഥയിൽ വരുമ്പോൾ ഉറപ്പായും അവിടെ ആത്മാവിൻ്റെ ഫലങ്ങൾ ഉണ്ടാവും. അത് മാത്രമല്ല, ആത്മാവ് എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉദ്ദേശിക്കുന്നുവോ ആ കാര്യം മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ
നിവൃത്തിയാകും. അതിൻ്റെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ആ ബലമെന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ആത്മാവിൻ്റെ ഔട്ട്പുട്ടാണ്. അത് എന്ത് ആണെങ്കിലും, നമ്മുടെ സ്വഭാവ രീതിയിലാണെങ്കിലും, നമ്മുടേതായ രീതിയിലാണെങ്കിലും, ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ നല്ല നിക്ഷേപമാണെങ്കിലും, ആത്മാവ് നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്ന എന്ത് ടാസ്ക് ആണെങ്കിലും എല്ലാം അതിനകത്ത് ഉൾപ്പെടും. വാട്ട് എവർ Holy Spirit decided, assigned for us everything. Yes, hallelujah, including that particular aspect. Hallelujah, in the name of Jesus. അങ്ങനെ പറഞ്ഞിട്ടാണ് യേശു പിന്നെയും പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായി തന്നെ. അപ്പോ ആദ്യത്തെ പാർട്ടിൽ പറയുന്ന കാര്യം വ്യക്തമായല്ലോ. നമ്മൾ ആത്മാവിനാൽ നിയന്ത്രിതമാണെങ്കിൽ മാത്രമേ രണ്ടാമത്തെ കാര്യം ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. രണ്ടാമത്തെ കാര്യം നമ്മൾ സൂക്ഷ്മമായി നോക്കുമ്പോൾ ഇവിടെ പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും. അപ്പൊ ഇവിടെ നമ്മൾ എന്തൊക്കെയോ പിതാവിനോട് അപേക്ഷിക്കാനുണ്ട്. ഹല്ലേലൂയ. അതെ, നമ്മൾ, അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു പർട്ടിക്കുലർ ലെവല് തന്നെ ഒരു നല്ല ആത്മീയ നിലവാരമാണ്. അതായത് ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളെങ്കിൽ ബാക്കി ഭാഗം പ്രസക്തമാണ്. ആത്മാവിനാൽ നടത്തപ്പെടുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ നമ്മൾ ആദ്യം ആ ഒരു നിലവാരത്തിലോട്ട് ഉയരേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ അടുത്ത പാർട്ടിലോട്ട് നമുക്ക് പ്രമോഷൻ കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം, നമുക്ക് എന്തൊക്കെയോ അപേക്ഷിക്കാനുണ്ട്. ആ അപേക്ഷിക്കുന്ന കാര്യം ദൈവം നമുക്ക് തരും. അപ്പോൾ എന്ത് അപേക്ഷിക്കണം? ഹല്ലേലൂയ. എന്ത് അപേക്ഷിക്കണം? ഞാൻ ദൈവത്തോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ, ഇതിൻ്റെ വ്യാഖ്യാനം, ഇതിൻ്റെ അർത്ഥം ചോദിച്ചപ്പോൾ, ദൈവം എന്നെ തൊട്ട് അല്ലെങ്കിൽ 14-ാം അധ്യായത്തില്, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തില് 12-13 വേദഭാഗങ്ങളിലോട്ടാണ് കൊണ്ടുപോയത്. 14-12 ഇങ്ങനെ പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. ഹല്ലേലൂയ. ഈ ഭാഗം വളരെ സൂക്ഷ്മമായി നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ യേശു എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താ? യേശു ചെയ്തതുപോലെ, അല്ലെങ്കിൽ യേശു ചെയ്തതിനേക്കാളും അപ്പുറമായി പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഉണ്ട് എങ്കിൽ, ഹല്ലേലൂയ, നമ്മൾ ആ കാര്യങ്ങളെ കുറിച്ച് അറിവുള്ളവരായിരിക്കണം ഫസ്റ്റ്. ഇനി അറിവുണ്ടെങ്കിൽ തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടണമെങ്കിൽ നമ്മൾ പിതാവിനോട് അപേക്ഷിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആത്മാവിൽ നിയന്ത്രിതമായി നടക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ബാധകമുള്ളൂ കേട്ടോ. ഞാൻ ഇതിൻ്റെ ആശയം കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞു തരുവാണെങ്കിൽ, നമുക്കറിയാം, ത്രൂ ഔട്ട് ബൈബിളിൽ ദൈവം ദൈവത്തിൻ്റെ ഭക്തന്മാരെ, പിതാക്കന്മാരെയൊക്കെ ചില കാര്യങ്ങൾ അസൈൻ ചെയ്ത് അത് നിവർത്തിച്ചിട്ടുണ്ട് അവരുടെ ജീവിതത്തിലൂടെ. ഹല്ലേലൂയ. അതിനകത്ത് പ്രധാനമായ ഒരാൾ മോശ തന്നെയാണ്. മോശേനെ ജനത്തെ വിടുവിക്കുവാൻ വേണ്ടി ദൈവം പ്ലാൻ കൊടുത്തു. അത് മോശ അമ്മായിയപ്പന്റെ ആടുകളെ മേയ്ക്കുന്ന ആ സമയത്ത് തന്നെ ദൈവം മുൾപ്പടർപ്പിൽ പ്രത്യക്ഷമായി മോശയ്ക്ക് ടാസ്ക് കൊടുക്കുകയും അവിടെ നിന്ന് മോശയെ വിടുവിച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ അവിടെ നിന്ന് മോശയെ
ആ പർട്ടിക്കുലർ അസൈൻമെന്റിലോട്ട് വീണ്ടും വീണ്ടും ഡയറക്ഷൻ കൊടുത്ത് അവൻ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാ, മോശയ്ക്ക് അറിയാം ഇതാണ് ടാസ്ക്, എന്നാൽ ത്രൂ ഔട്ട് അല്ലെങ്കിൽ നമ്മൾ ആ പുറപ്പാട് പുസ്തകവും ആ മോശയുടെ ആ ലേഖനങ്ങൾ ആ കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നു, അങ്ങനെ ഒരു ആശയം ഉണ്ടെങ്കിൽ കൂടിയും മോശ ഇത് ഇംപ്ലിമെന്റ് ചെയ്തത് ഓരോ സ്റ്റെപ്പിലും ഓരോ കാര്യത്തിലും ദൈവത്തോട് അപേക്ഷിച്ചിട്ടാണ് ഓരോ ഘട്ടമായി പടിപടിയായി ആ ടാസ്ക് ഇംപ്ലിമെന്റ് ചെയ്തത്. ഹല്ലേലൂയ. യേശു അവൻ ഹല്ലേലൂയ, അതെ, അവൻ ദൈവപുത്രനാണ് എങ്കിൽ കൂടിയും യേശു എന്നും അതിരാവിലെയുള്ളപ്പോൾ തന്നെ പ്രാർത്ഥനയിൽ പോയി. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുവാൻ പോയി. ശിഷ്യന്മാർ ആ കാര്യം ചോദിച്ചപ്പോൾ, എനിക്ക് പല ടാസ്ക് ചെയ്യുവാനുണ്ട്, ദൈവം എന്നെ ഏൽപ്പിച്ച പ്രവൃത്തി ചെയ്യുവാനുണ്ട്, അതിനുവേണ്ടി അപേക്ഷിക്കുക അത്രേ. യെസ് ഗോഡ്, ഹല്ലേലൂയ. അതെ പ്രിയ ദൈവമക്കളെ, ഇതാണ് ദൈവത്തിന്റെ സിസ്റ്റം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ നമ്മളെ ആരും ദൈവം ഒരു ഉദ്ദേശമില്ലാതെ വിളിച്ചിട്ടില്ല. വ്യക്തമായ ഉദ്ദേശത്തിലൂടെ തന്നെയാണ് വിളിച്ചത്. ആ വ്യക്തമായ ഉദ്ദേശം നമുക്ക് തന്നാൽ പോലും തരും, ഡെഫിനറ്റ്ലി തരും, തന്നേ പറ്റൂ. ആ ലെവൽ ആത്മാവിനാൽ നിയന്ത്രിതമായ ലെവലിലാണെങ്കിൽ തരും. ആ തന്ന കാര്യം ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ഓരോ സ്റ്റെപ്പിലും പ്രാർത്ഥിച്ച് ദൈവത്തോട് അപേക്ഷിച്ച് അതിൻ്റെ തടസ്സങ്ങളെ മാറ്റി കറക്റ്റായ ഗൈഡൻസ് കിട്ടി, അത് കറക്റ്റായ പരിശുദ്ധാത്മാവ് എങ്ങനെ അത് വിഭാവനം ചെയ്തോ അതേ രീതിയിൽ തന്നെ ഇംപ്ലിമെന്റ് ചെയ്ത് വളരെ സ്പെസിഫിക്കായി സ്പഷ്ടമായി പരിശുദ്ധാത്മാവ് ഓരോ സ്റ്റെപ്പും പറഞ്ഞു തരും. ഹല്ലേലൂയ. അത് പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും ദാവീദൊക്കെ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദാവീദ് എപ്പോഴും ദൈവത്തെ മുമ്പിൽ വെച്ചിരിക്കുക, കൺസൾട്ട് ചെയ്യാണ്, ദൈവമായിട്ടാണ് കൺസൾട്ട് ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരൊക്കെ പൗലോസൊക്കെ വളരെ വ്യക്തമായി ആമേൻ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം എന്താന്ന് വ്യക്തമായി അറിയാതെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അറിയാം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ എന്തെങ്കിലും ബിസിനസ്സിൽ നമ്മുടെ ബുദ്ധി അപ്ലൈ ചെയ്താൽ മൊത്തം ട്രാക്ക് മാറ്റും. കാരണം ജഡത്തിന്റെ ചിന്ത മരണ, അത് ദൈവത്തോട് ശത്രുത്വമാണ്. ജഡത്തിന്റെ ഫ്രോണിയോ നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ജഡത്തെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതിന് പരിപൂർണമായി മാറ്റി നിർത്തി ആത്മാവിനാൽ തന്നെ നമ്മൾ നടത്തപ്പെടണം. ഈ വചനത്താൽ, ഈ സത്യത്താൽ ദൈവം ഇത് കേൾക്കുന്ന ഓരോരുത്തരും വിടുവിക്കട്ടെ, നടത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് ഇരിക്കുന്നു. ദൈവം ധാരാളം അനുഗ്രഹിച്ചു. ആമേൻ.